സിദ്ധോളിയോ സിദ്ധോളിയാ വരുന്നോ? ആരിത്? ഷിബു റോക്സാ? അതെ. എന്താണ് ഒരു സർപ്രൈസ് വിസിറ്റ്? അല്ല, നിങ്ങളൊക്കെ ഒന്ന് കാണാലെന്ന് വെച്ച് വന്നതാ. അതെങ്ങനെയുണ്ട്? സുഖമല്ലേ? സുഖമാണോ? സുഖം. നിനക്കോ? എനിക്കും സുഖം. അല്ല, ബാക്കിയുള്ളവരൊക്കെ എവിടെ? കേശു, റോക്സ് വന്നേക്കുന്ന റോക്സ്. അയ്യോ, അങ്ങനെ വിളിച്ച് പറയല്ലേ അവൻ. അതെന്താ വിളിച്ചു പറഞ്ഞില്ലേ? എന്താ ഒന്നുമില്ല, നിങ്ങളെ കാണാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് വന്നേ ഉള്ളൂ. ഹലോ ശിവ. ഹായ്. അല്ല, നിങ്ങളെയൊക്കെ ഒന്ന് കാണാൻ വേണ്ടി വന്നടാ വെറുതെ. അതെ. ബാക്കിയുള്ളവരൊക്കെ എവിടെ? അമ്മൂമ്മ കാണാൻ വന്നേ. ലച്ചു വെച്ച് എവിടെ കളിയാ? അതെ. അകത്ത് നിന്റെ സൗണ്ട് കേട്ടപ്പോ ഞാൻ വിചാരിച്ചു വേറെ ആരോ ആണെന്ന്. ആണോ? സൗണ്ട് ഒക്കെ മാറിപ്പോയോ? അല്ല, അമ്മൂമ്മയെ കാണാനല്ലോ. അമ്മൂമ്മ എവിടെയുണ്ട്? അമ്മൂമ്മ എന്താ? ഷിബു. അതെ. ഷിബു, എவ்வளவு நாளாச்சு உன்னை பார்த்துட்டு. எப்படி இருக்க? സുഖമായിട്ടിരിക്കുന്നു. പിന്നെ ചേച്ചി ഇടയ്ക്ക് കടയിൽ പോകുന്ന വഴിക്കൊക്കെ വെച്ച് കാണാറുണ്ട്. പിന്നെ എന്നെ എങ്ങോട്ട് വന്ന് പേസാമ இருக்க? അത് ചേച്ചിക്ക് ഇപ്പൊ സാധനം കിട്ടിയില്ലെങ്കിൽ ലോകം അവസാനിക്കുന്ന മട്ടില്ല ചേച്ചിയുടെ പോക്ക്. അത് കണ്ടാ പിന്നെ പേടി വരില്ലേ, അതുകൊണ്ട് വിളിക്കാതെ വിട്ട്. ശരി, ടീ എടുക്കട്ടാ? അല്ല വേണ്ട, കുഴപ്പമില്ല. കോഫി? ഇല്ല, കുഴപ്പമില്ല. ജ്യൂസ്? വേണ്ട ചേച്ചി. നാരങ്ങ വെള്ളം? അല്ല, ഞാൻ ഇപ്പൊ പറഞ്ഞ വഴിക്ക് ഒരു ചായ കുടിച്ചിട്ട് വന്നത്, അതുകൊണ്ടാ. അതെ, നിങ്ങളുടെ അടുത്ത് എല്ലായിടത്തും കൂടെ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. അതല്ല, അതായത് എന്റെ കടയിൽ കുറച്ച് ഓഫേഴ്സ് കൊടുക്കുന്നുണ്ട്, അതിനെ പറ്റി പറയാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതിന്റെ തിരക്കും ഉണ്ട്, അതിന്റെ പ്രശ്നങ്ങളും ഉണ്ട്. ഓഫേഴ്സ് കൊടുക്കുന്നത് നല്ലതല്ലേ, അതിനെന്താ പ്രശ്നം? പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഓഫർ കൊടുക്കുന്നത് അപ്പുറത്തും ഇപ്പുറത്തുള്ള കടക്കാർക്കൊന്നും ഇഷ്ടമല്ല. അപ്പൊ അവരെല്ലാരും കൂടെ ചേർന്നിട്ട് ഒരു യൂണിയനൊക്കെ തുടങ്ങി എനിക്കെതിരെ പ്രവർത്തിക്കുക. യൂണിയൻ തുടങ്ങിയൊന്നായിരിക്കുമല്ലോ, അവര് നേരത്തെ യൂണിയൻ കാണും. അമ്മ തനിക്കിട്ട് വെച്ചായിരിക്കും. അതെ. ആവശ്യം അല്ല റോക്സേ, നിന്റെ കടയിൽ എന്തൊക്കെ ഓഫേഴ്സ് കൊടുക്കണമെന്ന് നീയല്ലേ തീരുമാനിക്കണ്ടേ, അല്ല യൂണിയൻ അല്ലല്ലോ. അതങ്ങനെ തന്നെ വേണം റോക്സേ. കസ്റ്റമർ ഫ്രണ്ട്ലി ആയിട്ട് ഷോപ്പ് പോയാലേ പുതിയ കസ്റ്റമേഴ്സിനെ കിട്ടത്തുള്ളൂ, കച്ചവടം കൊടുത്തുള്ളൂ. യു ഗോ അഹെഡ്. അതെ, കടയിൽ എന്തൊക്കെ ഓഫേഴ്സാ ഉള്ളേ? അല്ല, ഡിസ്പ്ലേക്ക് 1500 രൂപ വിത്ത് സ്ക്രീൻ ഗാർഡ്. പിന്നെ ഹെഡ്ഫോണ് 399 രൂപ. അതെ, ഹെഡ്സെറ്റ്. അതെ. പിന്നെ എയർപോഡ് 499 രൂപ. അങ്ങനെയൊക്കെയാണ് കൊടുക്കുന്നത്. കുഴപ്പമില്ല. പുതിയ ഫോൺ മേടിച്ചാൽ ഓഫർ ഉണ്ട്. സ്ക്രീൻ ഗാർഡ്, പൗച്ച്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫ്രീ സാധനം മാത്രം തരുമോ? ഫ്രീ സാധനം മാത്രം തരാനായിട്ട് എന്താണ്? ശരി. അപ്പൊ ഞാൻ ഈ കാര്യം പറയാൻ വേണ്ടിട്ടാ വന്നത്. എല്ലാരും എന്റെ കടയിൽ തന്നെ വന്ന് സാധനങ്ങളൊക്കെ വാങ്ങണം. എന്തുണ്ടെങ്കിലും ഞാൻ പുറത്ത് വിളിച്ചു പറഞ്ഞാൽ ഞാൻ കൊണ്ട് തരാൻ വേണം കേട്ടാ. അപ്പൊ കേശു എല്ലായിടത്തൊക്കെ പറയണം, കാണുന്ന ആൾക്കാർ, കൂട്ടുകാരന്മാര് എല്ലായിടത്തും പറയണം. സ്റ്റാറ്റസ് ഒക്കെ ഇടണം, പൊളിക്കണം നമുക്ക്. സിദ്ധോളിയ സപ്പോർട്ട് ഉറപ്പായിട്ടും. എനിക്ക് ഇനി 1-2 സ്ഥലത്തും കൂടെ കയറി പറയണം. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ. അമ്മേ വരണേ. പോകട്ടെ. ചേട്ടാ. അളിയോ, എവനെ എന്തായാലും പണ്ടത്തെ തല്ലുള്ളി തരമൊക്കെ നിർത്തിയിട്ട് നല്ല പരിപാടിക്ക് ഇറങ്ങിയത് നന്നായി അല്ലേ അളിയാ? നല്ല പയ്യൻ അല്ലേ? എടാ, നാളെ കുറച്ച് സെക്കൻഡ്സിന്റെ ഫോൺ വരുന്നുണ്ടാ. അതിനു വേണ്ടിട്ടാ നിന്റെ അടുത്ത് പൈസ ചോദിച്ചത്. നിന്റെ ഉണ്ടാ? വീട്ടിൽ ചോദിച്ചിട്ടൊന്നും കാര്യമില്ല, നടക്കാത്തോണ്ടേ നിന്റെ അടുത്ത് ചോദിച്ചത്. എടാ, 2 ലക്ഷം രൂപ. എങ്ങനെയെങ്കിലും നീ ഒന്ന് നോക്ക്. ദൈവം എന്തെങ്കിലും വഴി കാണിച്ചു തരിക്കില്ല. ശരി, എന്നാ വിളിക്കാം. ശരി. ഹലോ മിസ്റ്റർ റോക്സ്. ഹലോ ശിവാനി, എവിടെ പോവാ? ഞാൻ എന്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടി പോവാ. ആണോ? റോക്സിന്റെ മുന്നിൽ കൂടെ ഞാൻ നടന്നു വന്നേ, കണ്ടില്ല? ഇല്ല, ഞാൻ കണ്ടില്ല. എന്താണ് ഭയങ്കര ടെൻഷനാണല്ലോ? ടെൻഷൻ ചെറുതായിട്ട്. കാരണം മൊബൈൽ ഷോപ്പിലെ കുറച്ച് സെക്കൻഡ്സ് ഫോൺ വരുന്നുണ്ട്, അതിന്റെ കുറച്ച് ഫണ്ടൊക്കെ ആവശ്യമുണ്ട്. അതിനെ പറ്റിയൊക്കെ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്നു. പൈസ ഉണ്ടാക്കാനുള്ള ഓരോരോ നെട്ടോട്ടങ്ങള്. അതെ, അങ്ങനെയും പറയാം. ഇപ്പൊ പൈസക്ക് അത്യാവശ്യം ഉണ്ടല്ലേ? അതെ. കൂട്ടുകാരുടെ അടുത്തൊക്കെ കുറച്ച് പൈസ ചോദിച്ചു, പക്ഷെ അത് നടന്നില്ല. പിന്നെ കുറച്ച് ആൾക്കാർക്ക് എനിക്ക് തരാൻ ഭയങ്കര മടി. എല്ലാം ശരിയാവും. കാശിനെ അത്ര അത്യാവശ്യം ഉണ്ടെങ്കിൽ അളയനോടൊന്ന് ചോദിച്ചു നോക്ക്, അളയൻ തരും. സംഘത്തിന് തിരിച്ചു കൊടുക്കണമെന്നേ ഉള്ളൂ. അത് ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ കേശുവിന്റെ കയ്യില് ഫണ്ട് ഉണ്ടായിരുന്നെങ്കിൽ ചോദിക്കായിരുന്നു. ഞാനും അവനും തമ്മിലുള്ള കണക്ഷൻ അതാണല്ലോ. പക്ഷെ അളിയൻ സെറ്റ് ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് കുഴപ്പമില്ല, ഞാൻ നോക്കിക്കോളാം. ശിവാനി ധൃതിയിൽ എവിടെ പോരുന്നില്ലേ? എന്നാ പൊക്കോ. ധൃതി ഒന്നുമില്ല, ഞാൻ പറഞ്ഞില്ലേ ഫ്രണ്ടിനെ കാണാൻ വേണ്ടി പോവാ.
ചെന്നൈയിലിരിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ഫ്രണ്ട്സിനെയൊക്കെ കാണാൻ തോന്നും. അപ്പൊ കാണാൻ പറ്റുമോ? അതുകൊണ്ട് പിന്നെ നാട്ടിൽ വന്ന എല്ലാവരെയും ചെന്ന് കണ്ട് സംസാരിച്ചിട്ടേ പോകത്തുള്ളൂ. പിന്നെ റോക്സ് ദൈവവിശ്വാസിയാണല്ലേ? അതെ, അതെന്താ അങ്ങനെ വെച്ചേ? അല്ല, ഫോണിൽ സംസാരിക്കുന്നത് കേട്ടു ദൈവം വഴി കാണിച്ചു തരുമെന്ന്. അങ്ങനെ ഒരു ശക്തി ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. ശിവ എന്താ നടന്നോണേ? കേശുനോട് കൊണ്ടാക്കാൻ പറഞ്ഞാന്നേ. അപ്പൊ അവനും മോടാ. വീടിന്റെ ഫ്രണ്ടിൽ നിന്ന് ഓട്ടോ കിട്ടാൻ ബുദ്ധിമുട്ടല്ലേ? ഇതാകുമ്പോഴത്തേക്കും എന്താ നേരെ നടന്ന ജംഗ്ഷനായി. അപ്പൊ പിന്നെ നടക്കാന്ന് വെച്ചു. എന്നാ പിന്നെ ഞാൻ നടക്കട്ടെ. ശരി, കാണാം. കാണാം. ശരി. അല്ല ശിവ, ഞാൻ ജംഗ്ഷനിലോട്ടാണ്. കൊണ്ടാക്കണോ? അല്ല, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. അയ്യോ അതല്ല, റോക്സിനൊരു ബുദ്ധിമുട്ടാവോ? അല്ല, എനിക്കെന്ത് ബുദ്ധിമുട്ട്? എനിക്ക് കുഴപ്പമൊന്നുമില്ല. എന്നാ പോവാ. അല്ലെങ്കിൽ ശിവാനി നടന്നു പോകുന്നതായിരിക്കും നല്ലത്. എന്തെത്തി? അല്ല, നമ്മൾ രണ്ടുപേരും ബൈക്കിൽ പോയാൽ ശരിയാവില്ല. ഇനി കേശുവിന്റെ ഫ്രണ്ട്സ് വല്ലതും കണ്ട വീട്ടിൽ ശിവാനിക്ക് പ്രശ്നമാക്കണ്ട വെറുതെ. സോറി കേട്ടോ. അതൊന്നും കുഴപ്പമില്ല. പിന്നെ കാശിന്റെ കാര്യത്തിലേ അത്യാവശ്യം നീ പറഞ്ഞാ മതി കേട്ടോ. ഞാനും കേശുവും അളിയനോട് പറഞ്ഞോളാം. അളി എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യും. ശിവാനി അതാലോചിച്ച് ടെൻഷൻ ഒന്നും അടിക്കണ്ട. ബിസിനസ്സിൽ പ്രതിസന്ധിയൊക്കെ ഉണ്ടാവും. പ്രതിസന്ധി ഉണ്ടായാലല്ലേ ഫൈറ്റ് ചെയ്യാൻ ഒരു ഗുമ്മുള്ളൂ. അത് കുഴപ്പമൊന്നുമില്ല. എന്നാ ശിവാനി പൊക്കോ. ആയിക്കോട്ടെ, പൊക്കോ. ശരി.